മുൻചക്രമില്ലാത്ത സൈക്കിളിൽ എവറസ്റ്റ് ബേസ് ക്യാമ്പ് ലക്ഷ്യമാക്കിയൊരു യാത്ര. കേരള തമിഴ്നാട് വഴി 1 വർഷം കൊണ്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താനാണ് ഉദ്ദേശിക്കുന്നത്. കണ്ണൂർ ശ്രീകണ്ഠാപുരം സ്വദേശി സനീതാണ് ഈ സാഹസിക യാത്രികൻ. യാത്രയുടെ വിശേഷങ്ങൾ നവമാധ്യമങ്ങൾ വഴി പങ്കുവയ്ക്കുമ്പോൾ നെഗറ്റീവ് അഭിപ്രായങ്ങളാണ് കൂടുതലും വരാറ്. എന്നാൽ യാത്ര മധ്യേ കാണുന്നവർ എല്ലാ സപ്പോർട്ടും നൽകാറുണ്ടെന്ന് സനീത് പറഞ്ഞു. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ താഴേക്കോട് നിന്നാണ് ഈ യാത്ര ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അന്വേഷിച്ചപ്പോൾ ഇതൊരു നിസ്സാര യാത്രയല്ല. കണ്ണൂർ എൻ്റെ വീടിന്ന് എവറസ്റ്റ് ബേസ് ക്യാമ്പ് വരെ പോകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഞാനൊരു കന്യാകുമാരി മുതൽ കാശ്മീർ വരെ പോയിട്ടുണ്ട്. അതിനു മുമ്പ് കാസർഗോഡ് മുതൽ കന്യാകുമാരിയും പോയിട്ടുണ്ട്. അപ്പോൾ ഇതെൻ്റെ ഒരു ലാസ്റ്റ് റൈഡ്, അതായത് എവറസ്റ്റ് ബേസ് ക്യാമ്പ് ഫ്രണ്ട് അല്ലാതെ കയറാന്നുള്ളൊരു ആശയത്തിൻ്റെ പുറത്ത് ഇറങ്ങിയതാണ്. പറ്റുമോയെന്ന് അറിയില്ല, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. വേൾഡ് റെക്കോർഡിൽ രേഖപ്പെടുത്തുക, PSC ചോദ്യത്തിൽ ഉൾപ്പെടെ തൻ്റെ യാത്ര ഇടം നേടുക, അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾക്ക് പിറകെയുള്ള നീണ്ട യാത്രയാണ് 25-കാരനായ സനീദിൻ്റേത്. മെയ് 15 വെള്ളിയാഴ്ച കണ്ണൂർ ശ്രീകണ്ഠാപുരത്തു നിന്നും പിതാവ് മുഹമ്മദ് CK യാണ് യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തത്. കേരളം തമിഴ്നാട് വഴിയാണ് യാത്ര. 1 വർഷം കൊണ്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താനാണ് സനീദിൻ്റെ ഉദ്ദേശം. ഞാൻ പാലക്കാട്, കോയമ്പത്തൂർ, ധനുഷ്കോടി അങ്ങനെ പോകാനാണ് പ്ലാൻ. പിന്നെ അവിടുന്ന് ധനുഷ്കോടിൻ്റെ പിന്നെ എൻ്റെ ഹെൽത്തൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ചെന്നൈ വഴി അങ്ങനെ കയറി നേപ്പാൾ വരെ പോകാനുള്ള പരിപാടിയാണ്. ചെറിയ വിലയ്ക്ക് വാങ്ങിയ ഗിയർ സൈക്കിളിൻ്റെ മുൻചക്രം യാത്രയ്ക്കായി എടുത്തു മാറ്റിയതാണ്. ചെറുപ്പം മുതലേ സാഹസിക യാത്ര ഇഷ്ടമായിരുന്നു. ആ ഇഷ്ടമാണ് ഈ യാത്രയുടെയും ഊർജം. യാത്രയുടെ വിശേഷങ്ങൾ നവമാധ്യമങ്ങൾ വഴി പങ്കുവയ്ക്കുമ്പോൾ നെഗറ്റീവ് അഭിപ്രായങ്ങളാണ് കൂടുതലും വരാറ്. എന്നാൽ യാത്രാ മധ്യേ കാണുന്നവർ എല്ലാ സപ്പോർട്ടും നൽകാറുണ്ടെന്ന് സനീദ് പറഞ്ഞു. നല്ല സന്തോഷമാണ്. കാരണം ഈ വഴിയിലൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ എന്നെ തിരിച്ചറിയുന്നുണ്ട്. അതിനെ വലിയ കാര്യം. പിന്നെ പോരാത്തതിന് എല്ലാവരും എന്നോട് വെള്ളം കുടിച്ചോ, എന്തെങ്കിലും വേണോ, പിന്നെ ഒരുപാട് ആൾക്കാർ തംസപ്പ് കാണിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് നേരിട്ട് കാണുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പം ഫുള്ള് നെഗറ്റീവാണ്. പക്ഷെ എന്തായാലും എന്താ പറയുക, ഈ ഒരു ആൾക്കാരെ സപ്പോർട്ടാണ് എന്നെ അവിടെ വരെ എത്തിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചുരുങ്ങിയ സാമ്പത്തിക ചെലവിൽ നടത്തുന്ന യാത്രയായതിനാൽ ടെൻ്റ് കെട്ടിയോ പമ്പുകളിലോ ആയാണ് അന്തിയുറങ്ങാറ്. എന്നാൽ കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണയിലെ ഒരു പമ്പിൽ നിന്നും വിപരീത അനുഭവമാണ് സനീദ് നേരിട്ടത്. ഇത്രയും റൈഡ് ചെയ്ത് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മളൊരു പമ്പിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് പമ്പിലെ ആൾക്കാർ പറയുക ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പം 24 hours നമുക്ക് സേഫ് ആയിട്ടുള്ള സ്ഥലമായിരിക്കണം. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇന്നലെ ഞാൻ ഈ പെരിന്തൽമണ്ണ ഇന്ത്യൻ ഓയിലിൻ്റെ 24 hours ഹൈലൈറ്റ് മാളിൻ്റെ ഫ്രണ്ടിലുള്ള പെട്രോൾ പമ്പ് പോയി ചോദിച്ചായിരുന്നു കിടക്കാൻ പറ്റുമെന്നുള്ളത്. അപ്പം അവർ പറ്റില്ല എന്ന് പറഞ്ഞപ്പം അത് ഭയങ്കര ബാഡായിപ്പോയി. കാരണം ഞാനൊരു 3-4 കിലോമീറ്റർ ബാക്കിൽ നിന്നാണ് അങ്ങോട്ടേക്ക് വന്നത്, രണ്ടാമത് 24 hours കണ്ടിട്ട്. അപ്പോൾ അടുത്തുള്ളൊരു കടയിൽ പിള്ളേർ സൗകര്യമാക്കി തന്നിട്ട് അങ്ങനെ ആ കടയിലാണ് കിടന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നേരിടുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്റ്റേക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നേരിടുന്നത്. കാരണം ഞാൻ ടെൻ്റ് അടിച്ച് താമസിച്ച് പോകുന്ന ഒരാൾക്കാരാണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ പല പമ്പുകളിൽ നിന്നും ഇതുപോലത്തെ എക്സ്പീരിയൻസ് എനിക്ക് ഇതിന് മുമ്പും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടേക്കുള്ള പമ്പുകാരെങ്കിലും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയും കന്യാകുമാരി മുതൽ കാശ്മീർ വരെയും ഇതേ സൈക്കിളിൽ ഈ രീതിയിൽ സനീദ് യാത്ര ചെയ്തിട്ടുണ്ട്. സിവിൽ എഞ്ചിനീയറിംഗ്, ഇന്റീരിയർ ഡിസൈനിംഗ് പഠനം പൂർത്തീകരിച്ചിട്ടുണ്ട് സനീദ്. അലനല്ലൂരിലെ സേവന രംഗത്ത് 80 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള പാലക്കാട് ജില്ലയിലെ ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്ക് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് എന്നും ജനങ്ങളോടൊപ്പം.